BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും തെരുവ് വിളക്കിനെ ചൊല്ലി പ്രതിഷേധം. ഭരണപക്ഷത്തു നിന്ന് തന്നെയാണ് പ്രതിഷേധം ഉയർന്നത്. ഇടുക്കിയിൽ വയോധികയായ അമ്മയുടെയും മകന്റെയും മൃതദേഹങ്ങൾ വീടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി കുടുംബമേള ന്യൂമാൻ കോളേജിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി മാങ്കുളത്ത് കാണാതായ വാർഡ് മെമ്പറെ ആളൊഴിഞ്ഞ വീട്ടിലെ ശുചിമുറിയിൽ കണ്ടെത്തി. ചിക്കനംകുടിക്ക് സമീപമുള്ള വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് വാർഡ് മെമ്പർ ധന്യ ഗണേഷിനെ കണ്ടെത്തിയത്. മുട്ടം പഞ്ചായത്തിലെ അതിരൂക്ഷമായ കുടിവെള്ള വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ വാഹനം തടഞ്ഞ് UDF ജനപ്രതിനിധികൾ. വാർത്തകൾ വിശദമായി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും തെരുവ് വിളക്കിനെ ചൊല്ലി പ്രതിഷേധം. ഭരണപക്ഷത്തു നിന്ന് തന്നെയാണ് പ്രതിഷേധം ഉയർന്നത്. BTM സ്കൂൾ വാർഡ് കൗൺസിലർ നിഷാദാണ് തെരുവ് വിളക്കുമായി കൗൺസിൽ യോഗത്തിലെത്തി പ്രതിഷേധിച്ചത്. അതേസമയം മെയിന്റനൻസിന് കരാറുകാരനെ ഏൽപ്പിച്ചിരിക്കുന്നതാണെന്നും ഉടൻ തന്നെ തെളിയാത്ത തെരുവ് വിളക്ക് മാറ്റുമെന്നും തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ പറഞ്ഞു. തൊടുപുഴ നഗരസഭയിൽ തെരുവുവിളക്ക് തെളിയാത്തത് വീണ്ടും ചർച്ചയാകുന്നു. ഇത്തവണ ഭരണപക്ഷത്തു നിന്ന് തന്നെയാണ് പ്രതിഷേധവുമായി എത്തിയത്. നന്നാക്കാത്ത തെരുവുവിളക്കുകൾ അഴിച്ചുകൊണ്ട് കൗൺസിൽ മീറ്റിലെത്തിയാണ് കൗൺസിലർ പ്രതിഷേധിച്ചത്. പലതവണ ബന്ധപ്പെട്ട സെഷനിൽ അറിയിച്ചിരുന്നുവെങ്കിലും നടപടിയെടുക്കാത്തത് മൂലമാണ് കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിച്ചതെന്ന് കൗൺസിലറായ നിഷാദ് പറഞ്ഞു. വഴിവിളക്കുകൾ മെയ്യടച്ചിട്ട് 3 മാസമായി. നിരന്തരമായി നമ്മളുടെ ചെയർപേഴ്സണോടും ചെയർമാനോടും സെക്രട്ടറിക്ക് ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞിട്ടും യാതൊരു തീരുമാനമില്ലാതെ വന്നപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് വഴിവിളക്ക് ഒരു 3 മാറുകയും ബാക്കിയുള്ള വഴിവിളക്ക് അഴിച്ചെടുത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വാർഡെന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടനവധി സ്കൂളുകളും അംഗനവാടി മദ്രസ അടങ്ങുന്ന മേഖലയാണ്. കുട്ടികൾ രാത്രി ട്യൂഷന് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ പള്ളികളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ആളുകളുണ്ട്. പാമ്പിൻ്റെ ശല്യം വല്ലാത്തൊരു ശല്യമായി മാറുകയാണ്. തോടിനോട് ചേർന്നാണ്ട് പാമ്പിൻ്റെ ശല്യം വല്ലാത്തൊരു ശല്യമാണ്. അവിടെ വഴിവിളക്ക് തെളിയുന്നില്ല. കരാറെടുത്ത ആളുകൾക്ക് ഒരു കൊല്ലത്തേക്ക് 22 ലക്ഷവും 25 ലക്ഷം രൂപ കരാറിന് കൊടുക്കുന്ന വഴിവിളക്കുകൾ എന്തുകൊണ്ട് തെളിയുന്നില്ല എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അഴിച്ച ലേറ്റുമായി ഇന്ന് കൗൺസിലാളിൽ ഒരു പ്രതിഷേധമായിട്ട് ഞാൻ വന്നത്. അതുപോലെ തന്നെ അവർ മാറിയിടുന്ന ലേറ്റ് എന്ന് പറഞ്ഞാൽ മേളയിൽ നമുക്ക് കിട്ടുമ്പോൾ 100 രൂപയ്ക്ക് 4 കിട്ടുന്ന ലേറ്റുകളാണ് മുനിസിപ്പാലിറ്റിയുടെ കരാറുകാർ കൊണ്ടുവന്ന വാർഡിലേക്ക് ഇടുന്നത്. അതൊരു മഴ ചാറുമ്പോഴോ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു മഴ ചാറിയാൽ ആ ലേറ്റുകളെല്ലാം അടിച്ചു പോകും. ഇതെന്നാ ഇതിന് ഒരു അറുതി വേണ്ടേ? അപ്പം 38 കൗൺസിലർമാരിൽ ഭൂരിഭാഗം കൗൺസിലർമാർക്കും ഇതിനെതിരെ പരാതിയുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം നമുക്കറിയാൻ പറ്റി 3 മാസമായിട്ട് വരാത്ത ലൈറ്റിൻ്റെ ആളുകൾ മിനിഞ്ഞാന്ന് വന്ന് പ്രധാനപ്പെട്ട 1-2 പേരുടെ വാർഡിൽ ലൈറ്റ് മറിയിച്ച് പോയിട്ടുണ്ട്. തൊട്ട് സമീപത്ത് കിടക്കുന്ന വാർഡാണ് എൻ്റെ വാർഡ്. ആ വാർഡിൽ വരാണ്ട് പ്രധാനപ്പെട്ട 1-2 ആളുകളുടെ വാർഡിൽ, ഞാൻ പേരൊന്നും എടുത്ത് ആരെയും പറയുന്നില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, 1-2 പേരുടെ വാർഡിൽ ഈ ലൈറ്റ് മറിയിച്ച് പോയി. ഒരു പന്തിയിൽ 2 വിളമ്പിൻ്റെ ആവശ്യമില്ല. മുനിസിപ്പാലിറ്റിയിൽ 38 കൗൺസിലർമാർ ഒരുപോലെയാണ്. എല്ലാവർക്കും നീതി കിട്ടണം. ഈ സമയത്ത് ഇങ്ങനെയുള്ള സമയത്ത് എല്ലാ വഴിവിളക്കും തെളിയണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് ഇന്ന് കൗൺസിലാൾ വന്നത്. അതേസമയം കരാറുകാരനെ ഏൽപ്പിച്ചിരിക്കുന്നതാണെന്നും ഉടൻ തന്നെ തെളിയാത്ത തെരുവുവിളക്കുകൾ മാറ്റുമെന്നും ചെയർപേഴ്സൺ സാബിറ ജലീൽ അറിയിച്ചു. മുതലക്കോടം പള്ളിയിലെ തിരുനാളുമായി ബന്ധപ്പെട്ട് പ്രദക്ഷിണം നടക്കുന്നതുകൊണ്ടാണ് അടിയന്തരമായി ചിലത് നന്നാക്കിയത്. കൗൺസിൽ തീരുമാനപ്രകാരം തെരുവുവിളക്ക് മെയിന്റനൻസിന് വേണ്ടി പ്രത്യേക രജിസ്റ്റർ ഉണ്ട്. അതിൽ രേഖപ്പെടുത്തുന്നത് പ്രകാരമാണ് മെയിന്റനൻസ് ചെയ്യുന്നതെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. സ്ട്രീറ്റ് ലൈറ്റിന്റെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കരാറുകാരൻ 2025, 25, 26 ഒരു കരാർ മൂലമാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 7 വെച്ച കരാറാണ് നമ്മളിത്. തിരുവനന്തപുരത്തെ ഒരു സനൽ എന്ന് പറഞ്ഞ കോൺട്രാക്ടറാണ് നിലവിൽ വർക്ക് എടുത്തേക്കുന്നത്. കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ ടേമിൽ വെച്ചിട്ടുള്ള എഗ്രിമെന്റ് ഇനി അടുത്ത 2027 ഫെബ്രുവരി വരെ ആ കരാറുകാരന്റെ പീരീഡ് എന്ന് പറയുന്നത് അതുവരേക്കുള്ള പീരീഡാണ്. അപ്പം അതിനുള്ളിൽ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുന്നേ നിലവിൽ വന്ന് ലൈറ്റ് മെയിൻ്റനൻസ് ചെയ്ത് എല്ലാ വാർഡിലും നോയമ്പിൻ്റെ സമയത്ത് എല്ലാ വാർഡിലും വന്ന് ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രണ്ടാമതായിട്ട് ലൈറ്റ് മെയിൻ്റനൻസ് ചെയ്യുവാനായിട്ട് റിപ്പയർ ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് അതിൻ്റെ പാഴ്സ് സാധനങ്ങളെല്ലാം
ഇല്ലാണ്ടിരുന്നത് കൊണ്ട് വാർഡിൽ എല്ലായിടത്തും ഇറങ്ങാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. അതിന് പ്രകാരം നിലവിൽ അത്യാവശ്യമായിട്ടുള്ള വാർഡ്, അതായത് നമ്മുടെ മുതലക്കടം പള്ളിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രദക്ഷിണം നടന്ന ആ വാർഡിലെ എമർജൻസി ആയിട്ട് ലൈറ്റ് മെയിൻ്റനൻസ് ചെയ്യണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ട പ്രകാരം ആ വാർഡിലെ കൗൺസിലറെ വിളിച്ച് ലൈറ്റ് മെയിൻ്റനൻസ് നടത്തി. അല്ലാതെ മറ്റൊരു വാർഡിലും ഇതുവരെയും ലൈറ്റ് മെയിൻ്റനൻസിനായിട്ട് ആൾ ചെന്നിട്ടില്ല. ലൈറ്റ് പോയ വാർഡിൽ രേഖപ്പെടുത്തുന്ന ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ പോലെ ഒരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിൽ ഇന്ന വാർഡിലെ ലൈറ്റ് പോയിട്ടുണ്ട് എന്നുള്ളത് ഓർഡറിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും 31/3 1-ാം വാർഡ് കൗൺസിലാണ് ആ രജിസ്റ്ററിൽ പരാതി എഴുതിയിട്ടുള്ളത്. 23ഓളം വാർഡുകൾ ഇപ്പം നിലവിൽ പരാതി ഇട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മളൊരു കൗൺസിലിൽ എടുത്ത തീരുമാനമായിരുന്നു. ഇന്നത്തെ ദിവസം കൗൺസിലിൽ പ്രശ്നം ഉണ്ടാക്കിയ കൗൺസിലർ അന്നേ ദിവസം കൗൺസിലർ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും അന്ന് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ പ്രകാരമാണ് നമ്മുടെ ബഹുമാന്യയായ മുൻ ചെയർപേഴ്സൺ ജസ്റ്റ് ടീച്ചറാണ് ഇങ്ങനെയൊരു നിർദ്ദേശം കൗൺസിലിൽ ഉന്നയിച്ചതും അതിന് പ്രകാരമാണ് നമ്മൾ അവിടെ രജിസ്റ്റർ വെച്ചിരുന്നത്. ആ ഓർഡറിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ന് തൊട്ടാണ് പാഴ്സ്യ സാധനങ്ങളും വന്നു തുടങ്ങിയതും നന്നാക്കിയതും. അല്ലാണ്ട് വേറെ അതിനകത്ത് പ്രത്യേകിച്ച് ഇത്തരം ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വിഷയങ്ങളൊന്നും നിലവിൽ ഉള്ളതല്ല. നഗരത്തിലെ സ്ട്രീറ്റ് ലൈറ്റ് മുൻപും കൗൺസിൽ മീറ്റിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായി മാറിയിട്ടുണ്ട്. നഗരത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും ആരാധനാലയങ്ങളിൽ പ്രധാന ആഘോഷങ്ങൾ നടക്കുമ്പോൾ നഗരം ഇരുട്ടിലാക്കിയെന്നും ആരോപിച്ചുകൊണ്ട് UDF കൗൺസിലർമാർ സബീന മിജു ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും പാസ്സാക്കുകയും ചെയ്തതാണ്. LDFന് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ അതേ തെരുവുവിളക്ക് പ്രശ്നം വീണ്ടും കൗൺസിൽ യോഗത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കിയിൽ വയോധികയായ അമ്മയുടെയും മകന്റെയും മൃതദേഹങ്ങൾ വീടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. പ്രതിയെന്ന് സംശയിക്കുന്ന സജി ഒളിവിലാണ്. നെടുങ്കണ്ടം പച്ചടി തോട്ടുവാക്കട സ്വദേശിയായ 70 വയസ്സുള്ള പൊന്നുട്ടയിൽ മേരിക്കുട്ടി, ഇവരുടെ മകൻ 48 വയസ്സുള്ള റെജി എന്നിവരാണ് മരിച്ചത്. മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജി ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ മറവു ചെയ്തേക്കാമെന്നതാണ് പോലീസിന്റെ നിഗമനം. ഇന്നലെ പോലീസിൽ പരാതി വന്നിരുന്നു. ഈ മറിയക്കുട്ടിയും 70 വയസ്സുള്ള മറിയക്കുട്ടിയുടെ മകൻ റജിയെയും കാണാനില്ല എന്ന് പറഞ്ഞ് പരാതിയാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു, മിസ്സിങ്ങിന് കേസെടുത്തു 57 KP ആക്ട് പ്രകാരം. അതിൻ്റെ ബേസിൽ അന്വേഷണം നടത്തി. പക്ഷേ മനസ്സിലാകുന്ന കാര്യം ഇവരുടെ വേറൊരു മകനും കൊണ്ടുണ്ട്, സജി ഇന്നലെ വൈകുന്നേരം മുതൽ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിൽ നേരത്തെയും ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അങ്ങോട്ടും വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണെന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് അന്വേഷണം നടത്തിയപ്പോൾ സംശയകരമായ കുറേ സാഹചര്യങ്ങളുണ്ട്. അവർ രണ്ടുപേരും കൊലപ്പെട്ടതാണെന്നൊരു സംശയമുണ്ട്. മിസ്സിംഗ് ആയ ആൾ ഇവരുടെ ഇളയ മകൻ ആയ സജിയാണ്. സജിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് പല സ്ക്വാഡുണ്ടാക്കി പല വഴിക്ക് വിടുന്നുണ്ട്. ഏതാനും ആഴ്ചകളായി മേരിക്കുട്ടിയെയും മകൻ റെജിയെയും കാണാനില്ലായിരുന്നു. ഇതോടെ മേരിക്കുട്ടിയുടെ മകൾ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി. ഒരാഴ്ചയാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ പറയുന്ന കഴിഞ്ഞ 9 തൊട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞു. 9 തീയതി തൊട്ട് നമുക്കറിയില്ലായിരുന്നു ശരിക്കും. ഈ സംശയം തോന്നിൻ്റെ പേരിലാണ് നമ്മൾ ഈ സജിയെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു. ഇല്ല, വിളിക്കാറൊന്നുമില്ല. വിളിച്ചാൽ ഞങ്ങളെ അടുപ്പിക്കൽ കയറത്തി, രണ്ടുപേരും കയറത്തില്ല. വഴക്കും വെക്കാണോ തമ്മിൽ അങ്ങോട്ട് അടിയും ഇടിയും വെള്ളമൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെ ഞങ്ങളൊന്നും വരാറുമില്ലായിരുന്നു. ഈ അമ്മേനെ 2 വർഷം മുന്നേ ഞാൻ തേനിക്കാണാൻ കൊണ്ട് ചികിത്സിച്ച് പോയി. ഇവിടെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും? ഈ രണ്ടുപേരും തമ്മിൽ എപ്പോഴും കള്ളുപൊടിയും അലമ്പുവാണ് ചേട്ടന്മാർ. റജിക്കാണ് ഷുഗർ സോണ്ടിൽ, സജിക്ക് മേസ്ത്രി പണിയും കൂലിപ്പണിയൊക്കെ ആയി. അതൊക്കെ മലഞ്ചേരി കച്ചവടം ഒക്കെ ആയിരുന്നു. ഈ സഹോദരിയുടെ പേരെങ്ങനെയാണ്? ചേട്ടൻ്റെ ഭാര്യയുടെ പേര് സിനി. അവരാണ് പരാതി കൊടുത്തത്. അതെ അതെ. പരാതിയുടെ അടിസ്ഥാനത്തിൽ നെടുങ്കണ്ടം പോലീസ് ഇവരുടെ വീട്ടിലെത്തി പരിശോധന നടത്തി. വീടിന് സമീപത്ത് കൃഷിയിടത്തിൽ മണ്ണിളകി കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും പോലീസ് സർജന്റെയും സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ 2 മൃതദേഹങ്ങളും കണ്ടെത്തുകയായിരുന്നു. മൃതദേഹങ്ങൾ അഴുകിയ നിലയിലാണ്. 15 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മരണപ്പെട്ട റെജിയും പ്രതിയെന്ന് സംശയിക്കുന്ന സജിയും തമ്മിൽ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. സ്ഥിരം പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇവർ അയൽക്കാരെയും സഹോദരിമാരടക്കമുള്ള ബന്ധുക്കളെയും വീട്ടിലേക്ക് അടുപ്പിച്ചിരുന്നില്ല. വിവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അമ്മയെ കാണുന്നതിനായി സഹോദരിമാർ വീട്ടിലെത്തുന്നത് പോലും ഇവർ തടഞ്ഞിരുന്നു.
റെജിയും സജിയും തമ്മിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ കയ്യാങ്കളി കൊലപാതകത്തിൽ കലാശിച്ചതായാണ് നിഗമനം. പ്രതിയെന്ന് സംശയിക്കുന്ന സജി കഴിഞ്ഞ ദിവസം വരെ വീട്ടിലുണ്ടായിരുന്നു. പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. സജിയെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി കുടുംബമേള ന്യൂമാൻ കോളേജിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. ഉദ്ഘാടനം നിർവഹിച്ചു. പി.ജി. ജോസഫ് എം.എൽ.എ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി.സി. രാജു തെരണിയിൽ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി കുടുംബമേള ന്യൂമാൻ കോളേജിൽ നടത്തി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തെരണിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. മേള ഉദ്ഘാടനം ചെയ്തു. ഒരു ചെറുപട്ടണം എന്നുള്ളതിനുപരിയായി ഒരു മെട്രോപൊളിറ്റൻ നഗരത്തിന്റെ സാറ്റലൈറ്റ് പട്ടണമായി മാറിയ ഒരു പ്രദേശമാണ്. എല്ലാ വികസന സാധ്യതകളും ഇന്ന് നമ്മുടെ നാടിന് സ്വന്തമാണ്. തൊടുപുഴയാണ് ഏറ്റവും സമാധാനമുള്ള നാട് എന്നും ഏറ്റവും സന്തോഷപ്രദമായ ജീവിതം നയിക്കാൻ കേരളത്തിൽ തന്നെ മറ്റെല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ അഭിമാനമാണ്. തൊടുപുഴക്കാരായി ജീവിക്കുന്ന, ഈ നാട്ടിൽ ജന്മമെടുത്ത് ഇവിടെ തന്നെ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും തലയുയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഈ നാടിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു വളർച്ച നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞു. ആ നിലയിൽ ഈ നാട് ഇനിയും മുന്നോട്ട് പോവുക തന്നെ വേണം. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തികഞ്ഞ നിശ്ചാബോധത്തോടു കൂടി ഈ നാടിൻ്റെ വളർച്ച നല്ല വിധത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു സാഹചര്യത്തിൽ ഈ ധന്യമായ മുഹൂർത്തത്തിൽ അഭിമാനിക്കാൻ പങ്കുണ്ട്. അതിൽ മർച്ചന്റ് അസോസിയേഷനാണ് ഏറ്റവും നല്ല നിലയിൽ ആ തരത്തിൽ ഏറ്റവും ആവേശപൂർവ്വം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ അർഹതയുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതായ കാര്യങ്ങൾ കൊണ്ട് തന്നെ. അപ്പോൾ ആ വിധത്തിൽ ഈ നാടിനെ മുൻപോട്ട് നയിച്ച ജനനായകൻ എന്ന നിലയിൽ ശ്രീ പി.ജെ. ജോസഫ് സാർ, അദ്ദേഹത്തെ ആദരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായി നമ്മൾ കരുതുകയാണ്. പി.ജെ. ജോസഫ് എം.എൽ.എയെ യോഗത്തിൽ ആദരിച്ചു. സ്നേഹോപഹാരവും കൈമാറി. നമ്മുടെ ചെറുപ്പക്കാർക്ക് താങ്ങും താങ്ങുമായി തീരേണ്ട ഒരു സംസ്ഥാനമാണ്. ഒട്ടേറെ ആളുകൾ ഈ സംസ്ഥാനങ്ങൾക്ക് രാജ്യങ്ങൾക്ക് പോകുന്ന സ്ഥിതി അതിന് മാറ്റമുണ്ടാകണം. ഇനി പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. തൊടുപുഴയിലും പരിസര പ്രദേശത്തും ഈ അവസരത്തിൽ വ്യാപാര വ്യവസായി ഏകോപന സമിതി നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് എൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള രാജു മറ്റു ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ബർസാർ ഫാദർ ബെൻസൺ എൻ ആന്റണി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, ജനറൽ കൺവീനർ ആർ രമേശ്, ടി.എൻ. പ്രസന്നകുമാർ, തങ്കച്ചൻ കോട്ടയ്ക്കകം, എൻ.ബി. ചാക്കോ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ മുതിർന്ന വ്യാപാരികളായ വി.ആർ. സുരേന്ദ്രൻ, എ.എ. വർഗീസ്, ആർ. രാജീവ്, പി.കെ. സത്താർ എന്നിവരെ ആദരിച്ചു. തുടർന്ന് വിവിധ ഇൻഡോർ മത്സരങ്ങളും നടത്തി. മെഗാ മ്യൂസിക്കൽ ഡാൻസിംഗ് നൈറ്റും ഉണ്ടായിരുന്നു. പിന്നണി ഗായകനും സിനി ആർട്ടിസ്റ്റുമായ നിസാം അലി, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വിന്നർ ദേവസൂര്യ, നിരവധി മ്യൂസിക്കൽ ആൽബങ്ങളിലെ നായിക സന, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ഫല അലി, TV ആർട്ടിസ്റ്റ് ശ്രീജിത്ത് പേരാമ്പ്ര, അമൃത സൂപ്പർ ഡാൻസർ വിജയികളായ ദി ഡാൻസിംഗ് മിസ്റ്ററി ടീം തുടങ്ങിയവർ മെഗാ ഷോയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി മാങ്കുളത്ത് നിന്ന് കാണാതായ വാർഡ് മെമ്പറെ ആളൊഴിഞ്ഞ വീട്ടിലെ ശുചിമുറിയിൽ കണ്ടെത്തി. ചിക്കരൻകുടിക്ക് സമീപമുള്ള വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് വാർഡ് മെമ്പർ ധന്യ ഗണേഷിനെ കണ്ടെത്തിയത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച മാങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തെത്തി. ഇടുക്കി മാങ്കുളത്ത് കാണാതായ വാർഡ് മെമ്പറെ ആളൊഴിഞ്ഞ വീട്ടിലെ ശുചിമുറിയിൽ കണ്ടെത്തി. ചിക്കനംകുടിക്ക് സമീപമുള്ള വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് വാർഡ് മെമ്പർ ധന്യ ഗണേശനെ കണ്ടെത്തിയത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ധന്യ വീട് വിട്ടിറങ്ങിയത്. പിന്നാലെ ഇവർ 50 ഏക്കറിലുള്ള സഹോദരിയുടെ വീട്ടിലെത്തിയിരുന്നു. അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയാണെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. എന്നാൽ ഇവർ വീട്ടിലെത്തിയില്ല. 2 ദിവസത്തിന് ശേഷം ധന്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഭർത്താവ് അനീഷ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു.
ഇതേ തുടർന്ന് മാങ്കുളത്തും പരിസര പ്രദേശങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ചും ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയും പോലീസ് പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ ചിക്കനാംകുടിക്ക് സമീപമുള്ള ആളൊഴിഞ്ഞ വീട്ടിലെ ശുചിമുറിയിൽ നിന്നും ധന്യയെ കണ്ടെത്തുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് മാങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തെത്തി. ധന്യ ഗണേശനെ കണ്ടെത്തിയ ശുചിമുറിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടും പരിശോധന നടത്തിയതാണെന്ന് പ്രസിഡന്റ് സാജു ജോസ് പറഞ്ഞു. ഇതേ സ്ഥലത്ത് ഇന്ന് യുവതിയെ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട്. ഇത് പോലീസ് അന്വേഷിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുതലക്കോടം ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഭൂമി ദിനം ആചരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജയൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. മുതലക്കോടം ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഭൂമി ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിലെ 2 പാലം 15-ാം വാർഡിലെ വഴിയോര മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിൻ ജെയിംസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം 18-ാം വാർഡ് മുനിസിപ്പൽ കൗൺസിലർ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. NSS അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രമീള ജോർജ്, ഐശ്വര്യ ബിനോജ് എന്നിവർ പങ്കെടുത്തു. കോളേജ് യൂണിയൻ ചെയർമാൻ ജോർജിൻ ലിജി ജോസഫ്, NSS സ്റ്റുഡന്റ് ലീഡർ സാന്ദ്ര സുരേന്ദ്രൻ എന്നിവർ മാലിന്യ സംസ്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുനിസിപ്പാലിറ്റി അധികൃതരും പരിപാടിയിൽ പങ്കുചേർന്നു. മനസ്സു നന്നാവട്ടെ, മരമേതെങ്കിലുമാവട്ടെ, മാനവരത്തിൻ ചില്ലയിലെല്ലാം മാർപ്പുകൾ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുട്ടം പഞ്ചായത്തിലെ അതിരൂക്ഷമായ കുടിവെള്ള വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ വാഹനം തടഞ്ഞ് UDF ജനപ്രതിനിധികൾ. MA ബഷീർ, ജോബിസ് ജോസ്, വിഷ്ണു സജി, ഐസക് ജോർജ്, അനു തോമസ് എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ആരാണെങ്കിലും പോകണ്ട, പോകണ്ട വണ്ടി ഒരു തീരുമാനം ഉണ്ടാക്കാതെ പോകണ്ട, ഒരു തീരുമാനം ഉണ്ടാക്കാതെ പോകണ്ട. നിങ്ങളെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കാൻ നടക്കൂല. ഇവിടെ അങ്ങോട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. പ്രതിഷേധം 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 പ്രതിഷേധം. ഇല്ല ഇല്ല വെള്ളമില്ല, ഇല്ല ഇല്ല വെള്ളമില്ല, ഇല്ല ഇല്ല വെള്ളമില്ല, ഇല്ല ഇല്ല വെള്ളമില്ല. ഉത്തം ജനത വലയുമ്പോൾ, ഉത്തം ജനത വലയുമ്പോൾ, ഉത്തം ജനത വലയുമ്പോൾ, ഉത്തം ജനത വലയുമ്പോൾ ഇല്ല ഞങ്ങൾക്കാവില്ല, ഇല്ല ഞങ്ങൾക്കാവില്ല. കയ്യും കെട്ടി നോക്കി നിൽക്കാൻ, കയ്യും കെട്ടി നോക്കി നിൽക്കാൻ, കയ്യും കെട്ടി നോക്കി നിൽക്കാൻ, കയ്യും കെട്ടി നോക്കി നിൽക്കാൻ. ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദാസീനതയ്ക്കെതിരെ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കുടിവെള്ളത്തിൻ്റെ അതിരൂക്ഷമായ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, വേനൽ ഇതിൻ്റെ ഏറ്റവും അത്യുന്നത പദവിയിലേക്ക് എത്തിയിരിക്കുന്ന ഈ സമയത്ത് കുടിവെള്ളം എന്ന സാധനം മുട്ടം പഞ്ചായത്ത് പല വാർഡുകളിൽ കിട്ടാക്കനിയായ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിരന്തരം വാട്ടർ അതോറിറ്റിയുടെ AECയുമായി നിരന്തരം സംസാരിച്ച് പോകുന്നതിനപ്പുറം വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയെടുക്കുവാൻ വാട്ടർ അതോറിറ്റി കഴിയുന്നില്ല. അങ്ങനെയുള്ള ഇങ്ങനെയില്ലാത്ത സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് വിളിക്കും, നമ്മൾ കാര്യങ്ങൾ പറയും, കേൾക്കും. ഇങ്ങനെ പോയി നിരന്തരം 3-4 മാസങ്ങളായതിനു ശേഷം ഇനി നമുക്കിങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇപ്പം നമുക്കറിയാം, ഈ 2 ദിവസമായിട്ട് കുടിവെള്ളത്തിൻ്റെ വിഷയം അതിഭയങ്കരമാണ്. ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഇന്ന് ഇത്ര രൂക്ഷമായ സാഹചര്യം ഉണ്ടായിട്ട് പോലും AEയെ പോലെ AXയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ആൾ വന്ന് വിഷയത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ വീണ്ടും മുട്ടത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനം വാട്ടർ അതോറിറ്റി സ്വീകരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടത് ഇന്ന് വന്നത് ഓവർസീറാണ്. ഇത്ര രൂക്ഷമായ വിഷയമുള്ളതായപ്പോൾ നമ്മൾ കൊല്ലംകുന്നിലൊക്കെ പൈപ്പ് ലൈൻ പൊട്ടി ഒരു വീടിനെ ഭീഷണിയായി നിൽക്കുന്നു, പല സ്ഥലങ്ങളിലും പൈപ്പ് ലൈൻ പൊട്ടി കിടക്കുന്നു. ഇത്ര രൂക്ഷമായ സാഹചര്യം ഉണ്ടായിട്ട് പോലും
ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും വരാതെ വാട്ടർ അതോറിറ്റിയുടെ ഒരു ഓവർസീരെ വിട്ടുകൊണ്ട് മാത്രം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, ഈ പഞ്ചായത്ത് മെമ്പർമാരെ വിഡ്ഢികളാക്കുന്ന ഈ സമീപനത്തിനെതിരാണ് UDF നേതൃത്വത്തിൽ കൂടി പ്രതിഷേധം നടത്തുന്നത്. വിഷയത്തിൽ എല്ലാവരും, ഇത് നാടിൻ്റെ ഒരു പൊതു വിഷയമാണ്. ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, മറ്റൊന്നുമില്ല. ഇതൊരു മുട്ടത്തിൻ്റെ പൊതുവായ ഒരു വിഷയമാണ്. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ നിലയിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിന് വേണ്ടിയും ഈ വെള്ളത്തിൻ്റെ വിഷയങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് നാടിൻ്റെ നാനാമയങ്ങൾ, ഇപ്പം വിഷ്ണുവിൻ്റെ വാർഡിലാണെങ്കിൽ ദിവസം വാർഡിലൊക്കെ വെള്ളം കെട്ടിയിട്ട് മാസങ്ങളായി, അത് 5-6 വാർഡിലൊക്കെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് മുട്ടത്ത് 1 മുതൽ 14 വാർഡുകളിലും കുടിവെള്ളത്തിൻ്റെ വിഷയത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഓവർസീയുടെ വണ്ടിയും വാട്ടർ അതോറിറ്റി വണ്ടിയും നടന്നിട്ടുള്ളത്. തൊടുപുഴ മൂലമറ്റം റോഡിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത ചെറുവാഹന യാത്രികർക്ക് ഭീഷണിയാകുന്നതായി പരാതി. ബസ്സുകളുടെ സമയദൈർഘ്യം കൂട്ടണമെന്നും എങ്കിൽ മാത്രമേ അമിത വേഗത എടുക്കാതെ ബസ്സുകൾക്ക് ഓടിയെത്താൻ കഴിയൂ എന്നും ബസ് ജീവനക്കാർ പറഞ്ഞു. മുട്ടം വരെ ബസ്സുകളുടെ സമയദൈർഘ്യം കൂട്ടണമെന്ന് ജീവനക്കാർ പറയുന്നു. നിലവിൽ തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കിലോമീറ്റർ ദൂരം മുട്ടം വരെ 8 കിലോമീറ്ററാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് 9 കിലോമീറ്ററും. ട്രാഫിക് നിയമപ്രകാരം സെന്റ് മേരീസ് ബസ് സ്റ്റോപ്പ് പാസ് 6 മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ബാക്കി 14 മിനിറ്റ് കൊണ്ട് മുട്ടം പാസ് ചെയ്തു പോകണം. ഈരാറ്റുപേട്ട മുട്ടം വഴി പാലാ പോകുന്ന ബസ്സുകൾ 9 കിലോമീറ്റർ കണക്കാക്കി 22 മിനിറ്റ് സമയമെടുത്തിട്ട് ഈ റൂട്ടിലെ ബസ്സുകൾ സർവീസ് നടത്തുന്നു. ഇത് മൂലമറ്റം ഈരാറ്റുപേട്ട ബസ്സുകൾ തമ്മിൽ മത്സരിക്കുന്നതിനും തർക്കങ്ങൾക്കും കാരണമാകുന്നു. പെരുമറ്റം മുതൽ മുട്ടം വരെ ജലമിഷൻ പദ്ധതിയുടെ ഭാഗമായി ഒരു സൈഡ് റോഡ് മൊത്തം പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ വലിയ ട്രാഫിക് പ്രതിസന്ധി നേരിടുന്നതായി ബസ് ജീവനക്കാർ പറഞ്ഞു. സമയം കൂട്ടി നൽകിയാൽ മാത്രമേ ഓവർ സ്പീഡ് എടുക്കാതെ കൃത്യസമയത്ത് ബസ്സുകൾക്ക് ഓടിയെത്താൻ കഴിയുകയുള്ളൂ എന്നും അവർ പറഞ്ഞു. ഇസ്ബീറോ, തൊടുപുഴ. തൃക്കാക്കരയിൽ വെച്ച് നടന്ന 39ാമത് അഖില കേരള ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിൽ തൊടുപുഴ കരാട്ടെ സ്പോർട്സ് അക്കാദമിക്ക് മികച്ച നേട്ടം. ഇടുക്കി ജില്ലയിൽ നിന്ന് ഏറ്റവും അധികം കുട്ടികളെ പങ്കെടുപ്പിക്കുകയും ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു. 300-ൽ പരം കുട്ടികൾ മാറ്റുരച്ച ഈ ടെസ്റ്റിൽ ഇടുക്കി ജില്ലയിൽ നിന്നും കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ 70-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. ഇതിൽ 40 വനിതകളും 30 പുരുഷന്മാരും ഉണ്ടായിരുന്നു. ജില്ലയ്ക്ക് തന്നെ അഭിമാനകരമായ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ചീഫ് ഇൻസ്ട്രക്ടർ ഖാഷി ബേബി അബ്രഹാം അഭിനന്ദിച്ചു. ഷോബുക്കായ് ഷിറ്റോറിയോ കരാട്ടെ ഫെഡറേഷൻ ഇന്ത്യ 39 ഓൾ കേരള ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഏപ്രിൽ 26-ന് കാക്കനാടുള്ള അസിസി വിദ്യാനികേതനിൽ വെച്ച് നടത്തി. 300-ൽ പരം കുട്ടികൾ മാറ്റുരച്ച ഈ ടെസ്റ്റിൽ ഇടുക്കി ജില്ലയിൽ നിന്നും കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ 70-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. അതിൽ 40 വനിതകളും 30 പുരുഷന്മാരും ഉണ്ടായിരുന്നു. ജില്ലയ്ക്ക് തന്നെ അഭിമാനകരമായ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ചീഫ് ഇൻസ്ട്രക്ടർ ബേബി അബ്രഹാം അഭിനന്ദിച്ചു. അതിതീവ്രമായ 1 മാസത്തെ പരിശീലനത്തിന് നേതൃത്വം നൽകിയത് KJ രാജ, ഡിക്സൺ, എബിൻ, യദുരാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു. ഓൾ ഇന്ത്യ കേരള ഫെഡറേഷൻ RC സെക്രട്ടറിയായ ഹൻഷി അൽത്താഫാല ഈ ചടങ്ങിൽ പ്രമുഖ അതിഥിയായി ബെൽറ്റും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ഹൻഷി, അനിൽകുമാർ, മറ്റനേകം പ്രമുഖ വ്യക്തികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ ആദ്യമായി 15 വയസ്സ് മാത്രം പ്രായമുള്ള കാഴ്ചരഹിതയായ പെൺകുട്ടി ടെസ്റ്റിൽ പങ്കെടുത്ത് ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കി പുതുചരിത്രം സൃഷ്ടിച്ചു. Bhavya Prajit, first time black belt. Gauri Nanda S.
കുട്ടമ്പുഴ പഞ്ചായത്തിലെ നിത്യ കുടുംബശ്രീ വാർഷികാഘോഷം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം അരുണിമ വിനീഷ് വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ പ്രസിഡന്റ് VT അല്ലി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് ആനക്കയത്തിലെ നിത്യ കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചു. കുടുംബശ്രീ പ്രസിഡന്റ് VT അല്ലി അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗം അരുണിമ വിനീഷ് വാർഷികം ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് അംഗം സിബി KA, CDS മെമ്പർ രാജമ്മ രാജൻ, ADS പ്രസിഡന്റ് ബീന ബേബി, ADS സെക്രട്ടറി ലിസി പൗലോസ്, ADS വൈസ് പ്രസിഡന്റ് ജിജി ജോർജ്, ADS അംഗം റിമി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. കുടുംബശ്രീ സെക്രട്ടറി മോളി എബ്രഹാം റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിമിഷ ബൈജു സ്വാഗതവും മായ ജോബി നന്ദിയും പറഞ്ഞു. അൽഫോൻസ ജനാർദ്ദനൻ സംഗീതം ആലപിച്ചു. വിവിധ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വനിതാ സംവരണ ബിൽ അട്ടിമറിച്ച അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ തൊടുപുഴയിലെ ഓഫീസിലേക്ക് യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തി. യുവമോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ച യോഗം യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി VS വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച സൗത്ത് ജില്ലാ പ്രസിഡന്റ് അനന്തു മങ്കാട്ടിൽ, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി മായ ഗോപി, നേതാക്കളായ രമേശ് ബാബു, ഷിൻമോൻ, ഗൗതം കൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. അല്ലാണ്ടോ വനിതകൾക്ക് നടത്തിയിരിക്കുന്ന നിയമനം എന്ന് പറഞ്ഞ സംവരണം മാത്രമാണ്, അല്ലാണ്ട് താഴെത്തട്ടിലുള്ള വനിതകൾ എത്തിയിട്ടില്ല ഇവിടെ. രാജ്യം അതിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കത്തക്ക രീതിയിലുള്ള ഈ നാട്ടിലെ നാരീശക്തിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഈ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഭാരതം ഭരിക്കുന്ന സർക്കാർ ഇവിടെ ഒരു ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, നാം ആ വിഷയം, ഈ വനിതാ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ഈ നാൾ വരെ ചർച്ച ചെയ്തിട്ടുള്ളതും അതിനു വേണ്ടിയിട്ട് വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. നമുക്കറിയാം, 89-ല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പില് 33% സംവരണം വനിതകൾക്ക് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ബില്ല് അവതരിപ്പിച്ച് ആ ബില്ല് 93-ലാണ് പാസ്സായത്. അതിനുശേഷം വിവിധ മന്ത്രിസഭകൾ, വാജ്പേയി സർക്കാർ ഉൾപ്പെടെയുള്ള BJPയുടെയും NDAയുടെയും UPയുടെയും ഉൾപ്പെടെയുള്ള സർക്കാരുകൾ ഈ ബില്ലുകൾ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ സമയത്തെല്ലാം ഈ കോൺഗ്രസിൻ്റെ കൂടെയുള്ള UPയുടെ കൂടെയുള്ള ഘടകകക്ഷികളുടെ സഹകരണമില്ലായ്മ, അവരുടെ ഒത്തൊരുമയില്ലായ്മയാണ് ഈ ബില്ല് പാസ്സാകാൻ വേണ്ടി അന്ന് നമുക്ക് സാധിക്കാതെ വന്നത്. 2010-ൽ ഈ ബില്ല് മൻമോഹൻ സിംഗ് സർക്കാർ അവതരിപ്പിക്കുന്ന സമയത്ത് ആ ബില്ലിന് പ്രതിപക്ഷമായിട്ടുള്ള BJPയുടെ ഉൾപ്പെടെയുള്ള പിന്തുണ ലഭിച്ചുവെങ്കിലും, ആദ്യത്തെ സഭയിൽ അത് പാസ്സായെങ്കിലും രണ്ടാമത്തെ സഭയിൽ എത്തുന്ന സമയത്ത് ഈ മന്ത്രിസഭ ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഉള്ള ആളുകൾ തന്നെ ഈ രണ്ടാമത്തെ സഭയിൽ ഈ ബില്ലിനെ പിന്തുണയ്ക്കാത്ത സാഹചര്യത്തിൽ അത് അവിടെ അവതരിപ്പിക്കാൻ പറ്റാതെ വരികയാണ് ഉണ്ടായത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ രവി ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാനായി നരേഷ് കുമാർ കുന്നിയൂരും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി S സജീവും തെരഞ്ഞെടുക്കപ്പെട്ടു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP നിർവഹിച്ചു. എന്നാൽ മല്ലികാർജ്ജുൻ ഖാർഗെ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ്, AICCയുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ നരേന്ദ്രമോദിക്കെതിരെ ഒരു പ്രസംഗം നടത്തിയപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തു. എന്തെല്ലാം വകുപ്പുകളാണ്? രാജ്യദ്രോഹ കുറ്റം മാത്രമേ അതിൽ ഉൾപ്പെടുത്താൻ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാ വകുപ്പുകളും ചേർത്തു. ആ രീതിയിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായിട്ടുള്ള, ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച, ഇന്നും രാജ്യസഭയിൽ നേതാവായിരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു പ്രസംഗം നടത്തിയപ്പോൾ 6 മണിക്കൂറിനകം അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ്. പ്രധാനമന്ത്രി എല്ലാ ദിവസവും നടന്ന് ഈ രാജ്യത്തിൻ്റെ ദേശീയ സംവിധാനം, ഔദ്യോഗിക സംവിധാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ, പ്രക്ഷേപണം നടത്തുമ്പോൾ പരാതി കൊടുത്താൽ അതിനെക്കുറിച്ചൊരു പരാമർശം പോലുമില്ലാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.
സംഘടനാ ചെയർമാൻ എസ് സജീവ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ VC ജയപ്രകാശ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി K മുകുന്ദൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ CA അനീഷ്, CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK അഷ്റഫ്, CPI ജില്ലാ സെക്രട്ടറി N അരുൺ, ജോയിന്റ് കൌൺസിൽ മുൻ ചെയർമാൻ മോട്ടിലാൽ, സംഘടനാ ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച GK പ്രദീപ്, C സുരേഷ്, CA ഇജു, ബാനം ദിവാകരൻ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. സംഘടന എറണാകുളം ജില്ലാ സെക്രട്ടറി ഹുസൈൻ പുതുവന നന്ദി രേഖപ്പെടുത്തി. യോഗാനന്തരം പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാനായി നരേഷ് കുമാർ കുന്നിയൂരും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി S സജീവും തെരഞ്ഞെടുക്കപ്പെട്ടു. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് നിതിൻ രാജ് ആക്ഷൻ കൌൺസിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താലിന് മുന്നോടിയായി തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് മങ്ങാട്ടുകവലയിലേക്ക് നടത്തിയ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ചൊവ്വാഴ്ച നടക്കുന്ന ഹർത്താൽ വിജയിപ്പിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സംസ്ഥാന ഹർത്താലിന് ആഹ്വാനം നൽകി ദളിത് സംഘടനകൾ. 52 ദളിത് സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഹർത്താൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് തൊടുപുഴയിൽ പ്രകടനം സംഘടിപ്പിച്ചു. നിർബന്ധിതമായി വാഹനങ്ങൾ തടയില്ലെന്നും ഹർത്താലുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും നിതിൻ രാജ് ആക്ഷൻ കൌൺസിൽ സംസ്ഥാന കോർഡിനേറ്റർ ലീലമ്മ ബെന്നി ആവശ്യപ്പെട്ടു. ഈ മാസം 10-ാം തീയതി കണ്ണൂർ അഞ്ചരക്കണ്ടി BDS കോളേജില് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട, അതെന്തിനെന്ന് ചോദിച്ചാൽ നിറത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും പേരിൽ കൊല ചെയ്യപ്പെട്ട നിതിൻ എന്ന പ്രിയപ്പെട്ട കുട്ടിയുടെ മരണവുമായി അവന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ CS ഡേയ്സിന്റെ നേതൃത്വത്തിലും KPMSന്റെ നേതൃത്വത്തിലും ഈ കേരള കരയിലുള്ള മുഴുവൻ ദളിത് സംഘടനകളെയും കോർത്തിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ഹർത്താലിന് ആഹ്വാനം കൊടുത്തത്. അത് വളരെ നല്ല രീതിയിൽ വിജയിപ്പിക്കുന്നതിന് ഇവിടുത്തെ എല്ലാ സാമൂഹ്യമായിട്ടുള്ള ജനപങ്കാളിത്തവും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഇതിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടും അറിയാവുന്നതാണ്. ദീർഘിപ്പിച്ച് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ഈ സമരം നിതിന് നീതി ലഭിക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. പടിപടിയായിട്ട് ഞങ്ങൾ അത് നേടിയെടുക്കും. അല്ലെങ്കിൽ അത് കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം മുന്നോട്ട് തന്നെ നയിക്കുമെന്ന് ഐക്യകണ്ഠേന ഈ സമിതിക്ക് വേണ്ടി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. നാട്ടിലെ ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ഇന്നത് നിതിന് വന്നെങ്കിൽ നാളെ നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ബഹുമാന്യനായ ഉണ്ണികൃഷ്ണ സാർ പറഞ്ഞതുപോലെ ചില ദളിത് സംഘടനകൾ ഇതിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവരവരുടെ പിതാവിനെ ധിക്കരിക്കുന്നതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അവന്റെ ജന്മത്തെ, അവന്റെ അസ്തിത്വത്തെ അവൻ ബലി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവൻ തള്ളി പറയുന്നതായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. കാരണം അവരെത്ര മാറി നിന്നാലും പുലയനല്ലാതെ ആവുന്നില്ല, പറയനല്ലാതെ ആവുന്നില്ല, ദളിതനല്ലാതെ ആവുന്നില്ല. ആ ഒരു സത്യം, പച്ചയായ ആ നഗ്ന സത്യം മറന്നുകൊണ്ട് ഈ സമൂഹത്തിൽ അവൻ ഒരിക്കലും ജീവിക്കാനും സാധിക്കത്തില്ല. അപ്പൊ എന്തു തന്നെ സംഭവിച്ചാലും ഈ ഒരു പ്രഖ്യാപനം ഇന്ന് ഞങ്ങൾ ഇപ്പോഴിവിടെ നടത്തുന്നത്, നാളെ നടത്തുന്ന ഹർത്താൽ എല്ലാ സഹായ സഹകരണങ്ങളും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും വ്യാപാരി വ്യവസായികളും ബസ് അസോസിയേഷനും എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. ഈ സമരം മുന്നോട്ട് ഇനിയും പോകും. ഇതിന്റെ അവസാനം, അല്ലെങ്കിൽ ഇതിന് നീതി ലഭിക്കുന്നത് വരെ ഈ സമിതി ഇങ്ങനെ തന്നെ പോകുന്നുവെന്ന് മാത്രം ഈ സമയം ഞാൻ പ്രഖ്യാപിക്കുന്നു. KPMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ, CC കൃഷ്ണൻ, CSM നേതാവ് KM സാബു, TA ബാബു, ജെയിംസ് കോലാനി, K സുനീഷ്, ബിജോ വിജയൻ, PI ജോണി, TJ ബെന്നി, KM വീനസ്, സജി നെല്ലാനിക്കോട്, KK മനോജ്, VR ശിവരാമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും തെരുവ് വിളക്കിനെ ചൊല്ലി പ്രതിഷേധം. ഭരണപക്ഷത്തു നിന്ന് തന്നെയാണ് പ്രതിഷേധം ഉയർന്നത്. ഇടുക്കിയിൽ വയോധികയായ അമ്മയുടെയും മകന്റെയും മൃതദേഹങ്ങൾ വീടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന പ്രാഥമിക നിഗമനം. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി കുടുംബമേള ന്യൂമാൻ കോളേജിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി മാങ്കുളത്ത് കാണാതായ വാർഡ് മെമ്പറെ ആളൊഴിഞ്ഞ വീട്ടിലെ ശുചിമുറിയിൽ കണ്ടെത്തി.
ചിക്കനംകുടിക്ക് സമീപമുള്ള വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് വാർഡ് മെമ്പർ ധന്യ ഗണേഷിനെ കണ്ടെത്തിയത്. മുട്ടം പഞ്ചായത്തിലെ അതിരൂക്ഷമായ കുടിവെള്ള വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ വാഹനം തടഞ്ഞ് UDF ജനപ്രതിനിധികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.